ലാൽസലാം ഹൃദയപൂർവ്വം 7-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ 43 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തോടെ സിനിമ 47 കോടി കടക്കുമെന്നുള്ളതും നാളെ കൊണ്ട് സിനിമ 50 കോടി തൂക്കുമെന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. ഈ ഒരു ഉത്രാട ദിനത്തിൽ എങ്ങും ചുവന്നു തുടർന്നിരിക്കുന്ന ബോക്സ് ഓഫീസ് നമുക്ക് കാണാം. വേറെ ഒന്നുമല്ല, ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് റെഡ് മയം തന്നെയാണ്. അതെ, സത്യനന്ദിക്കാട് അണിയിച്ചൊരുക്കിയ മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ ഏറെയും കുടുംബ പ്രേക്ഷകരെയാണ്. നാളുകളായിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ പോകാത്ത ആളുകൾ പോലും സിനിമയ്ക്ക് പോകുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 20,000 സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺ. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമ ഉത്രാടം ദിനത്തിൽ അതിഗംഭീരമായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ഓണം സീസണിൽ ഒരു മോഹൻലാൽ സിനിമ കണ്ടില്ലെങ്കിൽ നമുക്ക് സദ്യയ്ക്ക് പരിപ്പും അല്ലെങ്കിൽ പായസവും ഇല്ലാത്ത പോലെയുള്ള ഫീല് തന്നെയാണ്. അതായത് മോഹൻലാൽ സിനിമയാണോ അത് തീർച്ചയായും കണ്ടിരിക്കും ആളുകൾ എന്നുള്ളതാണ്. അത്രത്തോളം ജനകീയമാണ്, അത്രത്തോളം ഹൃദ്യമാണ് മോഹൻലാൽ എന്ന ആ വികാരം മലയാളിക്ക്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്, സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ഉച്ചവരെയുള്ള കളക്ഷനിൽ സാധാരണ പോലെ തന്നെ പയ്യെ തുടങ്ങുന്നു. 25% മാത്രം ഒക്യുപ്പൻസിയാണ് ഇതുവരെ കാണാൻ കഴിഞ്ഞതെങ്കിൽ 35 ലക്ഷം രൂപയാണ് ഇതുവരെ സിനിമയ്ക്ക് നേടാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് കുതിച്ച് 2 കോടിയിലേക്ക് എത്തുന്ന സ്ഥിരം പ്രതിഭാസം ഇന്നും കാണാം. ഇന്നലെ നമുക്ക് ബുധനാഴ്ച കാണാൻ കഴിഞ്ഞത് 1014ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടാണ്. അതിനകത്തിൽ തന്നെ 1,67 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം ഗ്രോസായി വന്നത്. അതായത് സിനിമ ഇന്നലെയും 2 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇന്നും സമാനമായിരിക്കും, അതിന് മുകളിലേക്കുള്ള കളക്ഷനായിരിക്കും വരാൻ പോകുന്നത്. അതായത് സിനിമ ഇതുവരെ 10 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു ഇന്നത്തോടെ എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 9,81,000 ടിക്കറ്റുകൾ. അതായത് നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്നറിയാം 10 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. സിനിമ അതിഗംഭീരമായിട്ട് കുതിച്ചുയരുകയാണ്. മലയാളത്തിലെ അടുത്ത 100 കോടി ഹാട്രിക് 100 കോടി തന്നെയാണ് വരാൻ പോകുന്നത്. അത് നമ്മൾ ഉറപ്പിച്ചതാണ്. എന്താണേലും ആ ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി ആളിപ്പടരുന്ന ഈ ഒരു സിനിമ ഓരോ മലയാളി പ്രേക്ഷകനെയും അത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, മോഹൻലാൽ. കഴിഞ്ഞ 20ഓളം സിനിമകളാണ് മോഹൻലാലും സത്യനന്ദിക്കാടും ഒരുമിച്ചത്. 1980-കൾ മുതൽ ഇങ്ങോട്ട്. അതിൽ 17 വമ്പൻ വിജയം. ഇന്നും ഓരോ മലയാളി പ്രേക്ഷകനും കൊതിക്കുന്നത് ഈ ഒരു കൂട്ടുകെട്ടിൽ വരുമ്പോൾ അത്ര തനതായ മലയാളി ചുവയുള്ള സിനിമകൾ കാണാൻ തന്നെയാണ്. അത് തന്നെയാണ് മലയാളിക്ക് പൂർണ്ണ തൃപ്തിയും നൽകുന്നത്. മോഹൻലാൽ അത്ര ഗംഭീരമായിട്ട് ഒരു സിനിമയിൽ വന്നാൽ അത് ആളുകൾ സ്വീകരിച്ചിരിക്കും. വെറുതെ വന്നാൽ പോലും ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര സിനിമയായി, കുടുംബ പ്രേക്ഷകരുടെ സിനിമയായി, ഹൃദയം കൈമാറിയ സിനിമയായി നമുക്ക് കിട്ടുകയാണ്. എന്താണേലും സിനിമ 50 കോടിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ഉത്രാട ദിനത്തിൽ ഉത്രാട പാച്ചിലിനിടയിൽ ഈ സിനിമയ്ക്ക് കയറിയവർക്ക് നന്ദി. നിങ്ങൾ കമൻസ് ഇടാം, നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളുമായി.